എല്ലാവർക്കും നമസ്കാരം. ഓസി മലയാളി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒത്തിരി നാളായിട്ട് കൊതിച്ചൊരു സാധനം ഇന്ന് കിട്ടി, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, കാടയാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യുന്നത്. നാടൻ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഞെക്കിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 6 കാടയുണ്ട്. ഈ കാടേനെയാണ് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കൂടെയൊക്കെ ഇരിപ്പുണ്ടോ ഇവിടെയൊക്കെ? കഴുകിയെടുത്ത് നമുക്ക് ഇവൻ്റെ കുറച്ച് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ അകത്തോട്ട് കയറി നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 വരച്ചിൽ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിന് വേണ്ട മസാലകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് തൈര്, ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, അതിൻ്റെ സമയം ഇഞ്ചി, പിന്നെ ഇത് നാരങ്ങാനീര് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടിയും കാശ്മീരി മിർച്ചി പൊടിയും കൂടെ മിക്സ് ചെയ്തത്. എരിവ് കൂടുതൽ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് അനുസരിച്ച് കൂടുതൽ ചേർക്കാം. പക്ഷേ ഇതിപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ, പിന്നെ കുറച്ച് മല്ലിയില കുത്തിയരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂണിൻ്റെ മുകളിലുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. നമുക്കിതെല്ലാം കൂടെ ഒരു ബേസിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. നാരങ്ങാനീര് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ആയാലും മതി, നാരങ്ങാനീരില്ലെങ്കിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൊണ്ട് ഇടാം. പിന്നെ നമുക്ക് തൈര് 1 ടേബിൾ സ്പൂൺ ആയാലും മതി. പിന്നെ നമ്മുടെ മല്ലിയില ഒരു ടേബിൾ സ്പൂൺ അതുകൊണ്ട് ഇട്ടിട്ട് ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് മിക്സ് നന്നായിട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കാട നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് അതിൻ്റെ ആ വരഞ്ഞിട്ടതൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ആവട്ടെ.
എന്നിട്ട് മിക്സായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അതിന് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അതിന് ശേഷം അടി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് പ്രിഫറബിളി നല്ലത്. അടി കട്ടിയുള്ള പാത്രങ്ങൾ ഏത് ഉപയോഗിക്കാം. അതിൻ്റെ തൊട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാറ്റ് കുറഞ്ഞ എണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെജിറ്റബിൾ ഓയിലാണിത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കാട എടുക്കാം. 4 മണിക്കൂറിനകത്തോളം ഉദ്ദേശം ഇത് ഫ്രിഡ്ജിലിരുന്നു. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിന് വലിപ്പം പോലെ ഒരു 2-3 എണ്ണം വെച്ച്, ഇപ്പം നമ്മുടെ പാത്രത്തിൽ ഒരു 3 എണ്ണം വെച്ച് വറുക്കാനുള്ളതേ ഉള്ളൂ. അത് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കണം, തിരിച്ചും മറിച്ച് കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഇത് മൂടി കിടക്കത്ത രീതിയിൽ എണ്ണ ഒഴിക്കണം. നമ്മളിപ്പോൾ അത്ര എണ്ണ ഒഴിച്ചിട്ടില്ല എൻ്റെ അകത്ത്. ഇപ്പം കണ്ടൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം 15-20 മിനിറ്റ് എടുത്തു വരാനായിട്ട്. ഇവിടെ ഞാനൊരു ഇച്ചിരി നന്നായിട്ട് മുരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ അവർക്ക് കൂട്ടുക കുറച്ചൊക്കെ എടുക്കാം. പക്ഷെ ഒരു 15 മിനിറ്റ് എന്തായാലും സമയം എടുക്കും, നല്ല രീതിയിൽ തന്നെ. അത് നമ്മൾ വറുത്ത് കോരിന് ശേഷം അതിനകത്ത് ഇച്ചിരി കരിയാപ്പില ആഡ് ചെയ്തിരിക്കണം. കരിയാപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് അതേ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത് കോരി എടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേ എണ്ണയ്ക്കകത്ത് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ഇച്ചിരി മൊരിച്ച് ആണ് എടുത്തിരിക്കുന്നത്. അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.